ചെറ്റ വർത്താനം പറയുന്ന യൂട്യൂബ് വ്യൂസിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരുപാട് അലവലാദികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മ, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയാണ് നിങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നത്. എന്റെ വീട്ടിൽ എന്നെ കാണാനായി അടുത്ത ദിവസം വന്ന ഒരാൾ ലക്ഷ്മിയെ സൂക്ഷിക്കണമെന്നും ലക്ഷ്മിയെയും അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുമാണ് എന്നോട് പറഞ്ഞിട്ട് പോയത്. ബാലഭാസ്കറിന്റെ അമ്മയുടെ സഹോദരിയുടെ മകളായിട്ടുള്ള പ്രിയയുടെ പുതിയൊരു വീഡിയോയും കൂടെ വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ പറ്റി നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് വേറൊരാളെ പരിചയപ്പെടുത്താനുണ്ട്. ഈ വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇയാളുടെ പേര് രാഹുൽ ഈശ്വർ എന്നാണ്. അപ്പൊ ഇയാളുടെ ഒരു വീഡിയോ ഞാൻ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. 2-3 ദിവസത്തിന് മുന്നേ പുള്ളിക്കാരൻ ചെയ്തൊരു വീഡിയോ ആണ്. അതായത് ബാലഭാസ്കറിന്റെയും ഈ ലക്ഷ്മിയുടെയും ഒക്കെ ഇഷ്യൂസ് ഉണ്ടല്ലോ, ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇയാൾ പ്രത്യേകിച്ച് ചീത്ത വിളിക്കുന്നത് എല്ലാ യൂട്യൂബേഴ്സിനെയാണ്. യൂട്യൂബേഴ്സിന് വ്യൂസിന് വേണ്ടി ഓരോന്ന് വായിത്തു എന്ന് പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളി വന്നിരുന്ന് സംസാരിക്കുന്നത്. എന്തായാലും ആ മഹാന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാലഭാസ്കറിന്റെ മരണത്തിൽ അന്യഗ്രഹ ജീവികൾക്ക് പങ്കുണ്ടോ? 2018 സെപ്റ്റംബർ 25 അപകടത്തിൽപ്പെടുകയും ഒക്ടോബർ 2 മരണപ്പെടുകയും ചെയ്ത മലയാളികളുടെ പ്രിയപ്പെട്ട, ഞങ്ങളുടെയൊക്കെ എൻ്റെ വ്യക്തിപരമായി സീനിയറായി പഠിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട വയലിനിസ്റ്റ്, സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണം എങ്ങനെയാണ്? അത് കൊലപാതകമാണോ? മുൻ സീറ്റിലിരിക്കുന്ന 2 പേരും അപകടത്തിൽ മരിച്ചില്ല, പകരം പിൻ സീറ്റിലിരിക്കുന്ന ബാലഭാസ്കറാണ് മരിച്ചത്. ഇത് എന്തുകൊണ്ട് നാസ അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് ഇതിനു വേണ്ടി ഒരു അന്വേഷണം വെക്കുന്നില്ല? യഥാർത്ഥത്തിൽ ലക്ഷ്മിക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ലേ? ലക്ഷ്മിക്ക് ബാക്കിയുള്ളവരുമായിട്ട് ബന്ധം അത് ഉണ്ടായിരുന്നില്ലേ? അതല്ലേ ഇതിന്റെ പിന്നിലെ കാരണം? തുടങ്ങിയ ചെറ്റ വർത്താനം പറയുന്ന യൂട്യൂബ് വ്യൂസിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരുപാട് അലവലാദികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ മഹാൻ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ. ഇയാൾക്ക് പ്രത്യേകിച്ച് ഇയാളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഹേമ കമ്മിറ്റിയുടെ വിഷയം നടന്ന സമയത്തും ആക്ടേഴ്സിനെല്ലാം സപ്പോർട്ടായിട്ട് വന്നൊരു ഏക വ്യക്തിയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത്. ഇയാളിപ്പം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും യൂട്യൂബ് വ്യൂസിന് വേണ്ടിയിട്ടാണ് ബാലഭാസ്കറിന്റെ വിഷയങ്ങൾ എടുത്തു വെച്ച് സംസാരിക്കുന്നതെന്ന്. ഇപ്പോഴും ഈ പറയുന്ന കേരളത്തിലുള്ള ജനങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യമുള്ള ഒരു കാര്യം തന്നെയാണ് ബാലഭാസ്കറിനെ കൊന്നതാണോ അതോ വണ്ടി ഇടിച്ച് മരിച്ചതാണോ എന്ന്. ഇയാൾക്ക് ഇതുവരെയും ഒരു സംശയങ്ങളും ഇല്ല. ഇയാൾ പറയുന്നത് എന്താണ്? ബാലഭാസ്കർ ആക്സിഡന്റ് മരിച്ചെന്നുള്ള രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത്. ബാലഭാസ്കറിന്റെ കൂട്ടത്തിലുള്ള എല്ലാ അണത്തിനെയും ഗോൾഡ് സ്മഗ്ലിംഗ് കേസിൽ എഫ്ഐആർ ഇട്ടൊരു കാര്യമൊന്നും ഇയാൾക്ക് അറിയത്തില്ല. ഇയാൾക്ക് ഒരു ബോധവും ഇല്ലാതെയാണ് വന്നിരുന്ന് പല വിഷയങ്ങളും ഇയാൾ എടുത്തു വെച്ച് സംസാരിക്കുന്നത്. അല്ല, ഇയാൾക്ക് സാമാന്യ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ ഇങ്ങനെ സംസാരിക്കും? ഇയാൾ പറയുന്നു ഇയാളുടെ സീനിയർ ആയിരുന്നു ബാലഭാസ്കർ എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ ഇയാൾ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത്? ഇവിടെ പല പീഡന കേസും കാര്യങ്ങളും വന്നപ്പം ഇയാളായിരുന്നു എല്ലാ ആക്ടേഴ്സിനെയും സപ്പോർട്ട് ചെയ്ത് ഇറങ്ങിയത്. മുൻപന്തിയിലുണ്ടായിരുന്നു എല്ലാ ചാനൽ ചർച്ചകൾക്കും. ഹേമ കമ്മിറ്റി വിഷയത്തിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഇയാളുടെ നിലപാട് എന്താണെന്ന് അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ വ്യക്തിക്ക് ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനകത്ത് ഇയാൾക്ക് ഒരു സംശയങ്ങളും ഇല്ല. ഇയാൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സിനെയാണ് ചീത്ത വിളിക്കുന്ന ഇയാൾ. അതിൽ നിന്ന് തന്നെ ഇയാളുടെ വിവരം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മ, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയാണ് നിങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നത്. അനാവശ്യമായി സംശയങ്ങൾ പറഞ്ഞ്, അനാവശ്യമായി ദുസ്സൂചനകൾ വെച്ച് പറഞ്ഞ്, ഒരു ഉളുപ്പില്ലാത്ത, എനിക്കത് കണ്ടിട്ട് ദേഷ്യം വരുന്നു. ബാലഭാസ്കറിനെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും ലക്ഷ്മിയെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും അവരുടെ പ്രണയകാലത്ത് തന്നെ പരിചയമുള്ളത് കൊണ്ടും എൻ്റെ സീനിയർ ആയിരുന്നതുകൊണ്ടും പല പരിപാടിക്കും ഒരുമിച്ച് പോയിരുന്നത് കൊണ്ടും ഇങ്ങനെ ഉളുപ്പില്ലാത്ത വാർത്തകൾ ചമയ്ക്കുന്ന കള്ളന്മാരെ കണ്ട്, എടാ നിനക്ക് വേറെ പണികളില്ലേ എന്ന് ചോദിക്കാൻ തോന്നും. കുറെ കൂടെ സ്ട്രോങ് ആയി പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, എൻ്റെ നിലവാരത്തിന് ചേരാത്തോണ്ട് പറയുന്നില്ല. എന്താണാവോ ഇയാളുടെ നിലവാരം എന്നൊന്ന് പറഞ്ഞു തരാമോ? ഈ പീഡന കേസിൽ പ്രതികളായിട്ടുള്ള എല്ലാ ആക്ടേഴ്സിനെയും എടുത്തു വെച്ചിട്ട് അവർ പീഡിപ്പിച്ചിട്ടേ ഇല്ല, അവരാണ് മഹാന്മാര്, കേരളം കണ്ട ഏറ്റവും നല്ലവനായ ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതായിരിക്കും താങ്കളുടെ മഹത്വം. അതായത് പീഡിപ്പിക്കപ്പെട്ട പെണ്ണുങ്ങൾക്ക് താങ്കൾ ഒരു റെസ്പെക്റ്റും കൊടുക്കുന്ന ഒരു രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ആ വാർത്താ സമ്മേളനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ലക്ഷ്മിക്ക് ഭർത്താവിനെയും കുഞ്ഞിനെയാണ് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നു. ഇവിടെ ആരും ലക്ഷ്മി എടുത്ത് മോശക്കാരിയാന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടില്ല. ലക്ഷ്മി പറഞ്ഞേക്കുന്ന കുറച്ച് പോയിന്റ്സുകളിനകത്ത് മിസ്മാച്ചിങ് ഉണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ എല്ലാവരും എടുത്തു വെച്ച് സംസാരിച്ചത്. ലക്ഷ്മി പറഞ്ഞ ഒരു കുറച്ച് കാര്യമുണ്ടല്ലോ, ഈ പ്രത്യേകിച്ച് ഈ തമ്പി എന്ന് പറയുന്ന ഒരു വിഷയത്തെ പറ്റിയിട്ട്. അതിനകത്ത് ലക്ഷ്മി ഇട്ടേക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റും ലക്ഷ്മിയുടെ ഇന്റർവ്യൂവിനകത്തും ഇതിനകത്ത് രണ്ട് രീതിയിലാണ് പുള്ളിക്കാരത്തി സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് അർജുന്റെ വിഷയം. അർജുനെ 22ാമത്തെ വയസ്സ് തൊട്ടാണ് ബാലഭാസ്കർ കണ്ടതെന്ന് പറയുന്നു. ശരിക്കും അർജുന 10ാമത്തെ വയസ്സ് തൊട്ടേ പരിചയമുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇതിനകത്ത് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് സംശയം തോന്നത്തില്ലേ? ഈ പറയുന്ന യൂട്യൂബേഴ്സിന്റെ കാര്യം നിങ്ങൾ എല്ലാവരും വിട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന്, നിങ്ങൾക്ക് സാമാന്യ ബോധം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ സംശയങ്ങൾ വരത്തില്ലേ? പിന്നെ ഇയാൾ എന്ത് തേങ്ങാക്കൊലയാണ് ഈ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ ഈ ഒരു കേസിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ടില്ല.
കാര്യം ഇയാൾക്ക് പരിചയമുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇയാളെ ഒരു നെല്ലിക്ക പറിക്കാൻ പോലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഇയാളിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇപ്പോൾ യൂട്യൂബേഴ്സിനെ തെറി വിളിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. ഇത്രയും ഒരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് ബാലഭാസ്കറിന്റെ അമ്മയുടെ സഹോദരിയുടെ മകള് ഓരോ വീഡിയോ ആയിട്ട് ഓരോ കാര്യങ്ങൾ വളരെ പോയിന്റ് ആയിട്ട് എടുത്ത് വെച്ച് സംസാരിക്കുന്നുണ്ട്. എന്നിട്ടും ഇങ്ങേർക്ക് ഒരു സംശയങ്ങളും ഇല്ല. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇയാൾ പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛന് ചിലപ്പോൾ മനപ്രയാസം ഉണ്ടായിരിക്കും, മകൻ മരിച്ചു പോയേണ്ടത്, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. തനിക്കാണ് ഉളുപ്പില്ലാത്തത്, ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത്. ബാലഭാസ്കറിന്റെ അച്ഛൻ പറയുന്നത് മനസ്സിലാക്കാം. ബാക്കിയുള്ള ഈ യൂട്യൂബ് ചാനലുകാർ ഇത്ര ഉളുപ്പും മയവും ഇല്ലാതെ കള്ളക്കഥകൾ ഉണ്ടാക്കി വിടുന്നത് എന്തെങ്കിലും ഒരു മാന്യത ഉണ്ടായിട്ടാണ്? നിങ്ങൾ പ്രേക്ഷകർ ഓർക്കണം, നിങ്ങളെ പറ്റിക്കാനാണ്, നമ്മളടക്കമുള്ള സാധാരണ ജനങ്ങളെ പറ്റിക്കാനാണ്. ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞാലേ യൂട്യൂബ് വ്യൂസ് ഉണ്ടാകൂ, അല്ലെങ്കിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞാലേ എന്തെങ്കിലും പഞ്ചുള്ളൂ, ഗുമ്മുള്ളൂ. അതായത് ബാലഭാസ്കറിന്റെ മരണത്തിൽ ഒരു ദുരൂഹതയില്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി കേട്ടോ. അളിയൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ബാലഭാസ്കർ വണ്ടി ഇടിച്ച് മരിച്ചതാണ്. ഒരു കാരണവശാലും എനിക്ക് അതങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഉള്ള കാര്യം പറയാലോ. ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടു അറിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അയാൾ വണ്ടി ഇടിച്ചിട്ടാണ് മരിച്ചതെന്ന്? പല ആൾക്കാരെ എടുത്തു വെച്ച് നോക്കാം, അയാളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെയൊക്കെ എടുത്തു നോക്കാം, അവരുടെ ഒന്നിന്റെ ഹിസ്റ്ററിയോ നല്ലതല്ല. പിന്നെ ആ സംഭവ സ്ഥലത്ത് നടന്നേക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇയാൾ എന്താണ് ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്ന അറിയത്തില്ല. ഒന്നെങ്കിൽ ഇയാൾക്ക് എന്തോ മാനസികമായിട്ടുള്ള അസുഖമുണ്ട്, അതുകൊണ്ടായിരിക്കും ഇയാൾ ഇങ്ങനെ വന്ന് സംസാരിച്ചത്. ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ മാഫിയ തട്ടിപ്പാണ്. എവിടെങ്കിലും അവിടെ നിന്ന് ഇവിടുന്ന് ഓരോരോ സംശയങ്ങൾ എടുത്തു വെച്ച് പർവ്വതീകരിച്ച് വൃത്തികേട് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. അത് ശരി, സ്വർണ്ണ മാഫിയ തട്ടിപ്പ്. ഈ പറയുന്ന ബാലഭാസ്കറിന്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരുത്തനെ കാണിച്ചു തരാമോ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് പ്രശ്നമില്ലാത്ത? ആരെയും കാണിച്ചു തരാൻ പറ്റത്തില്ല. എല്ലാ എണ്ണം ഗോൾഡ് സ്മഗ്ലിംഗ് കേസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. എല്ലാ എണ്ണത്തിന്റെ പേരിൽ FIR വേണ്ടിയിട്ടുണ്ട്. ഗോൾഡ് കാരിയേഴ്സ് ആയിട്ട് നടന്നവന്മാരാണ് ഈ പറയുന്ന അർജുൻ ആയാലും ഈ പറയുന്ന വിഷ്ണു ആയാലും ഒരുപാട് ആൾക്കാർ. നിങ്ങൾ എടുത്തു വെച്ച് നോക്കണം. എന്നിട്ട് ഇയാൾക്ക് ഉളുപ്പില്ലാതെയാണ് ഇയാൾ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇയാളാണ് ജനങ്ങളെ മിസ്ലീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാര്യം ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കുകയാണ് ഇയാൾ. അല്ലെങ്കിൽ ഇയാൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ആവശ്യമുണ്ടോ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടത്? ഇന്നലെ പ്രിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ബാലഭാസ്കറിന്റെ അച്ഛൻ പോലീസ് ചീഫിന് കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അതിനകത്ത് ഒരു 10-15 പോയിന്റ്സ് പറയുന്നുണ്ട്. എന്താണ് ഈ ഒരു മരണത്തിൽ ഇവർക്ക് സംശയം തോന്നിയതൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് കേട്ടു നോക്കാം. രാഹുൽ ഈശ്വർ അത് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേട്ടോ. ഈ അപകടത്തിൽ എനിക്ക് ദുരൂഹത വർദ്ധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് പോയിന്റഡ് ആയിട്ടാണ് പിന്നെ കാര്യങ്ങൾ പറയുന്നത്. ദൂരയാത്രകളിൽ ഒന്നും തന്നെ എന്റെ മകൻ വണ്ടി ഓടിക്കാറില്ല. 1. 2. വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ അർജുന് കഴുത്തിന് മുകളിൽ യാതൊരു പരിക്കും ഉണ്ടായിരുന്നില്ല. അപകടം കഴിഞ്ഞ് ആദ്യത്തെ 2 ആഴ്ച വരെ യാത്രയിൽ കൊല്ലം വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. എന്നാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം എന്റെ മകനാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്ന് അയാൾ പറയുകയുണ്ടായി. 3. കൊല്ലത്ത് അവർ രണ്ടുപേരും ഇറങ്ങി ജ്യൂസ് കഴിച്ചു എന്ന് പറയുന്നു. എന്നാൽ 2 അന്വേഷണ ഉദ്യോഗസ്ഥരും ഇത്തരത്തിലേക്ക് അന്വേഷണം നടത്തുകയോ ആ ഭാഗത്തെ CCTV ക്യാമറകൾ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല. അപകടത്തിൽ പരിക്ക് പറ്റിയ ആൾക്കാരെ ആദ്യമായി ആശുപത്രിയിൽ കൊണ്ടുപോയ ആംബുലൻസ് ജീവനക്കാരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 5. അപകടം നടന്ന സ്ഥലത്ത് നിന്നും ലഭിച്ച മകന്റെ മൊബൈൽ ഫോൺ, വാലറ്റ്, മകന്റെ മാനേജർ തമ്പി കുറേ ദിവസം കൈവശം വെച്ചിരിക്കുകയായിരുന്നു. 6. ഡ്രൈവർ അർജുൻ ഇത്തരത്തിൽ മാറി മാറി പറഞ്ഞിട്ടും ടിയാന്റെ മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7. ക്ഷേത്ര ദർശനത്തിന് പോയ മകനും കുടുംബത്തിനും കഴിഞ്ഞ 5 വർഷത്തിനു മേലെ ഒറ്റപ്പാലത്തിന് സമീപം ചെർപ്പളശ്ശേരി വില്ലേജിൽ പൂന്തോട്ടം എന്ന പേരുള്ള ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് റിസോർട്ട് നടത്തുന്ന ഡോക്ടർ രവിയും അദ്ദേഹത്തിന്റെ ഭാര്യ ലതയുമായി നല്ല സൗഹൃദ ബന്ധമായിരുന്നു. സൗഹൃദം മൂലം ധാരാളം പണം അവരുടെ ആവശ്യാർത്ഥം അവരുടെ പല പല ബിസിനസ്സുകളിലും മകൻ പണം മുടക്കിയിരുന്നു. അവർ ചുമതലപ്പെടുത്തിയ അവരുടെ ബന്ധു കൂടിയായ അർജുനായിരുന്നു ഈ ദിവസം വാഹനം ഓടിച്ചിരുന്നത്. അതായത് ലതയുടെ സഹോദരന്റെ മകനാണ് അർജുൻ. അർജുന്റെ പൂർവ്വചരിത്രം ചില കുഴപ്പങ്ങൾ പിടിച്ചിരുന്നതായതുകൊണ്ട് അവനെ നേരെയാക്കുന്നതിന് വേണ്ടിയാണ് ഡോക്ടർ ദമ്പതിമാർ മകനെ ഏൽപ്പിച്ചത് എന്ന് മകൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരാളുടെ മൊഴിമാറ്റം എന്നെ കൂടുതൽ ദുരൂഹതയിലേക്ക് എത്തിക്കുന്നു. എന്റെ വീട്ടിൽ എന്നെ കാണാനായി അടുത്ത ദിവസം വന്ന ഒരാൾ, ഇത് ഒന്ന് ശ്രദ്ധിക്കാം. എന്റെ വീട്ടിൽ എന്നെ കാണാനായി അടുത്ത ദിവസം വന്ന ഒരാൾ ലക്ഷ്മിയെ സൂക്ഷിക്കണമെന്നും ലക്ഷ്മിയെയും അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുമാണ് എന്നോട് പറഞ്ഞിട്ട് പോയത്. കടുത്ത ദുഃഖത്തിലായിരുന്നതിനാൽ അയാൾ ആരെന്നോ എവിടെ നിന്ന് വന്നതാണെന്നോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതിലും ഞാൻ എന്തോ ദുരൂഹത മനസ്സിലാക്കുന്നു. ആ സമയത്ത് ഒരുപാട് പേര് വിസിറ്റേഴ്സായിട്ട് വരുന്നുണ്ടായിരുന്നു. ബാലുചേട്ടന്റെ അച്ഛന് ഒരു കോള് വന്നിരുന്നു ഒമാനിൽ നിന്ന്, ഇതേ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ.
കേട്ടല്ലോ, രാഹുൽ ഈശ്വർ ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. കാര്യം ഇതിന്റെയൊക്കെ ഈ ഒരു ഡൗട്ടിന്റെയൊക്കെ പേരിലാണ് ആ അച്ഛൻ കൊണ്ടുവന്ന് കംപ്ലൈന്റ് കൊടുത്തത്. കംപ്ലൈന്റ് കൊടുത്തപ്പോഴത്തേക്കാണ് പല കാര്യങ്ങളും ഇപ്പം പുറത്തു വരുന്നത്. കാര്യം നമ്മളൊക്കെ വീഡിയോ ചെയ്ത് ഓരോ കാര്യങ്ങളിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇതിനകത്ത് ഇത്രയും വിഷയങ്ങൾ കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, പ്രത്യേകിച്ച് ഈ ഗോൾഡ് സ്മഗ്ലിംഗ് തന്നെ എടുക്കാം, എല്ലാവരും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് വന്നിരുന്നിട്ട് ഒരുമാതിരി ബാക്കിയുള്ളവരെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ രാഹുൽ ഈശ്വർ വന്നിരുന്ന് സംസാരിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇനി ഇതിനകത്തൊരു വളരെ വൈറ്റൽ പോയിന്റ് ഉണ്ട്, ഈ പറയുന്ന KSRTC ഡ്രൈവറിന്റെ ഒരു കാര്യം. അതിനെ പറ്റിയിട്ട് പ്രിയ സംസാരിക്കുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് കാണാം. ഇനി ഒരു കാര്യം കൂടി പറയാം. വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു KSRTC ഡ്രൈവർ അജി. അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് അദ്ദേഹം പറപ്പിച്ചു വരുന്നു, ആറ്റിങ്ങിൽ നിന്ന് വരുന്നു. വന്നതിന് ശേഷം അദ്ദേഹം തന്നെ ഡോർ ലോക്ക് ചെയ്തതിനു ശേഷം, വേറെ ആരും ഇടപെടാതിരിക്കാനാണോ അറിയില്ല, ഡോർ ലോക്ക് ചെയ്തതിനു ശേഷം അദ്ദേഹം ഇറങ്ങുന്നു. അദ്ദേഹം തന്നെ ഓടുന്നു, എല്ലാം കാണുന്നു, കമ്പിപ്പാര എടുക്കുന്നു, കതക് തുറക്കുന്നു, കുഞ്ഞിനെ എടുക്കുന്നു, ലക്ഷ്മിയെ എടുക്കുന്നു, ബാലിച്ചേട്ടനെ എടുക്കുന്നു, അർജുനെ എടുക്കുന്നു. ഇങ്ങനെ എല്ലാം ഒരു വൺ മാൻ ഷോ, ഒരു സൂപ്പർമാൻ സ്റ്റോറി പോലെ അദ്ദേഹം ഒരുപാട് പറഞ്ഞുപോയി. അദ്ദേഹമായിരുന്നു പ്രൈം വിറ്റ്നസ് കുറേയേറെ കാലം. ക്രൈം ബ്രാഞ്ചിനും അങ്ങനെ തന്നെയായിരുന്നു അവസാന ഘട്ടം വരെ. RTIയിലൂടെ KSRTC ബസിന്റെ സമയം, അതിന്റെ സമയക്രമം, ഷെഡ്യൂൾ ടൈം, ആ സമയത്ത് വന്ന സമയം, തമ്പാനൂര് രജിസ്റ്റർ ചെയ്ത സമയം, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ചില ചോദ്യങ്ങൾ അങ്ങോട്ട് തിരിച്ച് ചോദിച്ചതിന് ശേഷമാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രൈം വിറ്റ്നസ്, അതായത് മജിസ്ട്രേറ്റിന് മുൻപിൽ മൊഴി കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ്, 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റിൽ നിന്ന് ഇദ്ദേഹം വളരെ നൈസായിട്ട് ഒഴിവാക്കപ്പെട്ടു. അജിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അദ്ദേഹം കണ്ട കാര്യങ്ങളെല്ലാം വളരെയധികം വിസ്തരിച്ച് മീഡിയയിലൂടെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാര്യവും ആദ്യം വന്നതൊരു പോസ്റ്റായിട്ടാണ്, പോലീസ് വഴിയൊന്നുമല്ല. പക്ഷെ ഇതേ സമയം തന്നെ പോലീസ് ഒന്നും എന്റർടൈൻ ചെയ്യാതെ വേറൊരു ദൃക്സാക്ഷി, നന്ദു എന്ന് പറയുന്ന ഒരു പയ്യൻ, നന്ദുവിന്റെ ബ്രദറുമായിട്ട് എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി, വർക്കലയിലേക്ക് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി വന്ന് ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ ആദ്യമായി ഇടപെട്ട് നന്ദുവാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. നന്ദു പറയുന്നുണ്ട് കമ്പിപ്പാരയൊന്നും വേണ്ടി വന്നിട്ടില്ല അവിടെ, കാരണം വിൻഡോ ഗ്ലാസ് ഷാറ്റേഡ് ആയിരുന്നു. അപ്പോൾ ഒന്ന് പിടിച്ച് കുലുക്കിയപ്പോൾ തന്നെ ഗ്ലാസ് വീണു, എന്നിട്ടാണ് ഉള്ളിൽ നിന്ന് തന്നെ ഡോറ് തുറന്നത്. അതിനുശേഷമാണ് ബാക്കി ഓരോന്ന് ചെയ്യുന്നത്. നന്ദുവിന്റെ ചേട്ടൻ ഈ പ്രണവാണ് കുഞ്ഞിനെ കാണുന്നത്. ഗിയർ ബോക്സിന് സൈഡിലായിട്ട് കുഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് കണ്ടു. കുഞ്ഞിനെ കയ്യിലെടുക്കുന്നതും, കുഞ്ഞിന് ഹൈവേ പോലീസ് അപ്പോഴത്തേക്ക് വരുന്നു. ഹൈവേ പോലീസിന്റെ വണ്ടിയിൽ തന്നെ പ്രണവ് കുഞ്ഞിനെ മടിയിലിരുത്തി. കുഞ്ഞിന് അപ്പോഴും ശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് പ്രണവ് പറയുന്നത്. പകുതി വഴിക്ക് കുഞ്ഞിന് അനക്കം ഉണ്ടായിരുന്നില്ല. പ്രണവാണ് പറയുന്നത് നമുക്ക് അനന്തപുരിയിലേക്ക് പോകാം, കാരണം കുഞ്ഞിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പം മെഡിക്കൽ കോളേജിൽ പോയാലുള്ള പ്രശ്നങ്ങളുടെ കണക്കാക്കിയിട്ട് ഹൈവേയിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിന് നമുക്ക് നേരെ അനന്തപുരിയിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നത്. വേറെ ആരും ഇടപെട്ടിട്ടില്ല എന്നാണ് നന്ദുവിന്റെയും പ്രണവിന്റെയും മൊഴി. ഇതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ നന്ദുവിന്റെ മൊഴി, നന്ദു പറയാനായിട്ട് ശ്രമിച്ച ഇടങ്ങളിലെല്ലാം നന്ദു ആട്ടിപ്പായിക്കപ്പെടുകയായിരുന്നു. ആറ്റിങ്ങൽ DYSPയോട് പറയാൻ പോയി, അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി. അപ്പോൾ നിനക്ക് പ്രശ്നത്തിലൊന്നും ആവണ്ടെന്നുണ്ടെങ്കിൽ ഓടിക്കോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനകത്ത് പ്രിയ പറയുന്ന ഒരു പേരാണ് നന്ദു. ആ നന്ദു എന്ന് പറയുന്ന പയ്യൻ പല സ്ഥലങ്ങളിലും ഈ ഒരു വിഷയമായിട്ട് സംസാരിക്കാൻ ചെന്നപ്പം ആട്ടിപ്പായിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ ശരിക്കും കണ്ടതാണ്. കാര്യം അതിനകത്ത് നന്ദു വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പറയുന്ന കമ്പിപ്പാരയും കാര്യങ്ങളും ഒന്നും വേണ്ടി വന്നില്ല, ഈ ഡോറ് തുറന്ന് ഈ പറയുന്ന ആൾക്കാർ അവരെ പുറത്തിറക്കാനായിട്ടൊക്കെ എന്ന്. പക്ഷേ KSRTC ഡ്രൈവർ പറഞ്ഞ എന്തൊക്കെയാണ്? കാര്യം അയാൾ പറഞ്ഞ സമയത്തിനകത്ത് തന്നെ അയാൾ വെറും കള്ളനാന്നുള്ള രീതിയിൽ ബോധ്യപ്പെട്ട്. അത് നിങ്ങൾ ആലോചിക്കണം, ഇപ്പൊ അയാൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയത്തില്ല, അയാൾ വാനിഷ് ചെയ്യപ്പെട്ട്. ഇതിനകത്ത് ഇത്രയും കള്ളത്തരങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് നടന്നിട്ടും രാഹുൽ ഈശ്വറിന് ഇതിനകത്തൊന്നും യാതൊരു പ്രശ്നവുമില്ലേ? ശരിക്കും എന്താണ് രാഹുൽ ഈശ്വർ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ? കാര്യം ബാലഭാസ്കറിന്റെ കൂടെയുള്ള എല്ലാവരും നല്ലവരായ ഉണ്ണികൾ. ഈ പറയുന്ന ഗോൾഡ് സ്മഗ്ലിംഗ് ആയിട്ടുള്ള യാതൊരു ബന്ധവുമില്ല, ആക്സിഡന്റിലാണ് മരിച്ചത്. അതൊക്കെ ഉൾക്കൊള്ളാനായിട്ട് ഇത്തിരി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ കഴിവതും ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ വന്ന് പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവരുടെയൊക്കെ വീഡിയോസ് ഒന്ന് എടുത്തു വെച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ പറയുന്ന പ്രിയ വേണുഗോപാലിനെ ഫേസ്ബുക്കിലുണ്ട്, അവരുടെ അടുത്തൊക്കെ പേഴ്സണലി നിങ്ങൾ പോയി സംസാരിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ ബോധം വീഴും എന്താണ് ഈ കാര്യങ്ങൾ നിലവിൽ നടക്കുന്നതെന്ന്, എന്തുകൊണ്ടാണ് ഈ യൂട്യൂബേഴ്സ് ഈ ഒരു വിഷയത്തിൽ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതെന്നും അപ്പം കിട്ടും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, വ്യൂസിന് വേണ്ടി വേറെയും കുറേ ആൾക്കാർ പല കഥകളും പറയുമായിരിക്കും. ഈ പറയുന്ന വോയിസ് ഓവർ ഒക്കെ ചെയ്യുന്ന വേറെ കുറേ ചാനൽസ് ഒക്കെ ഉണ്ട്. അത് വളരെ മിസ്ലീഡിംഗ് ആയിട്ടൊക്കെ തമ്മിൽ യൂസ് ചെയ്ത് വീഡിയോ ഇടും, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഈ വിഷയത്തിൽ റിയാക്ട് ചെയ്ത എല്ലാ യൂട്യൂബേഴ്സും വളരെ കാര്യമായിട്ട് തന്നെയാണ്, വളരെ ആത്മാർത്ഥയോടെ തന്നെയാണ് ബാലഭാസ്കറിന്റെ കേസിൽ. നിങ്ങൾ തന്നെ ഓരോ വിഷയങ്ങൾ കുത്തിപ്പൊക്കി ഓരോ യൂട്യൂബേഴ്സ് എടുത്തുകൊണ്ട് വരുന്നത് നിങ്ങൾ കാണണം. പല കാര്യങ്ങളും ഇപ്പോഴും ഓഡിയൻസിന് അറിയാത്തത്
പുറത്തു കൊണ്ടുവരുന്നത് ഈ യൂട്യൂബേഴ്സാണ്. അത് ആദ്യമേ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.